8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 4th ചാപ്റ്ററായ മെറ്റൽസ് ലോഹങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. All the objects in nature are made up of different types of substances. These substances are formed from different elements. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം വിവിധ തരം പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ പദാർത്ഥങ്ങളാവട്ടെ വ്യത്യസ്ത തരം മൂലകങ്ങൾ കൊണ്ട്. Aren't you familiar with the arrangements of elements in the periodic table? ഈ മൂലകങ്ങളെ ആവർത്തന പട്ടികയിൽ ചിത്രീകരിച്ചത് നിങ്ങൾക്ക് പരിചിതമാണല്ലോ. Try to list from the periodic table some of the elements that are familiar to you. അതിൽ നിന്ന് നിങ്ങൾക്ക് പരിചിതമായ ചില മൂലകങ്ങൾ എടുത്ത് എഴുതാനാണ്. നമ്മൾ ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ എലമെൻറ്റ്സും അതിൻ്റെ സിമ്പിൾസും അതേപോലെ തന്നെ പീരിയോഡിക് ടേബിളും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇതിൽ നമുക്കറിയാവുന്നുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന് എഴുതാനാണ്. കുറച്ച് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നുള്ളത് നിങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. ഹൈഡ്രജൻ, അയൺ, ഗോൾഡ്, സോഡിയം, കോപ്പർ, അയൺ, മാഗ്നീഷ്യം, അലുമിനിയം, പൊട്ടാസ്യം, സിങ്ക്. നമുക്കറിയാവുന്നുള്ളത് ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സ് എഴുതാനാണ്. ഏതൊക്കെ? ഹൈഡ്രജൻ, അയൺ, സ്വർണം, കോപ്പർ, അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ആർ ദെയർ മെറ്റൽസ് ഇൻ ദിസ് ലിസ്റ്റ്? വിച്ച് ആർ ദ? ഈ ഇതിൽ മെറ്റൽസ് ഏതൊക്കെയാണ്? അയൺ, ഗോൾഡ്, അലുമിനിയം ഒക്കെ മെറ്റൽസിൽ വരുന്നതാണ്. ഓക്കെ, അത് തിരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കാം. You may be able to identify some uses of metals when you observe the pictures given at the beginning. Don't you think that these uses are possible due to certain special properties of metals? അപ്പം ഇവിടെ ചിത്രത്തിൽ നിരീക്ഷിച്ചാൽ ലോഹങ്ങളുടെ ചില ഉപയോഗങ്ങൾ വ്യക്തമാകാം. ലോഹങ്ങളുടെ ചില പ്രത്യേക സവിശേഷതകളാണ് ഈ ഉപയോഗങ്ങൾക്ക് ആധാരം എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ കത്തിയൊക്കെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് ലോഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു വസ്തു ലോഹനിർമ്മിതമാണോ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ അറിയാം? ബൈ ടെസ്റ്റിംഗ് ഇറ്റ്സ് ഹാർഡ്നെസ്. അറിയാം, അതിൻ്റെ കാഠിന്യം നോക്കി, ഹാർഡ്നെസ് നോക്കി നമുക്ക് മനസ്സിലാക്കാം അത് മെറ്റലാണോ അല്ലേ എന്നുള്ളത്. ഇപ്പം അയൺ എന്ന് പറയുന്നത് മെറ്റലാണ്. നമുക്ക് അയണിനെ എടുത്ത് വെച്ച് ഒടിക്കാൻ പറ്റുമോ? ഇല്ല, അത്രയ്ക്ക് ഹാർഡാണ്. ബൈ ഹീറ്റിംഗ്, പിന്നെ ചൂടാക്കി നോക്കും. ചൂടാക്കുമ്പോഴത്തേക്ക് എന്തുവാണ്? ഹീറ്റിനെ കടത്തി വിടുന്നവയാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ പറയാം? മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ബൈ ഹാമറിങ്. ചുറ്റിക കൊണ്ടൊക്കെ അടിച്ചാൽ മെറ്റൽസ് എന്തോന്നായി ചെറിയ ഷീറ്റുകളാക്കി മാറ്റാൻ കഴിയുന്നതായി. പിക്ചറിൽ അതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ എന്തോന്നാണ്? തെർമൽ കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. ചൂടിനെയും കടത്തിവിടും, വൈദ്യുതിയെയും കടത്തിവിടും. അതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, എന്തൊക്കെ പറയാം? താപചാലകങ്ങളാണ്, വൈദ്യുത ചാലകങ്ങളാണ്, കമ്പിയാക്കാൻ കഴിയും, പിന്നെന്തോന്നാണ്? ഉറപ്പും കാഠിന്യവും ഉള്ളവയാണ്. ഇതൊക്കെയാണ് മെറ്റൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ്. ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്? വിച്ച് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആർ യു ഫെമിലിയർ വിത്ത്? The table given below lists some metals. Complete the table by listing their characteristics as well as the object which make use to those characteristics. അതായത് ലോഹങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പട്ടികയിൽ കുറച്ച് ലോഹങ്ങൾ തന്നിട്ടുണ്ട്. അവയുടെ പ്രത്യേക സവിശേഷതകൾ, അവ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന വസ്തുക്കളുമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. ആദ്യത്തേത് ഗോൾഡ്. അത് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ലസ്റ്റേഴ്സ്, റെസിസ്റ്റൻസ് ഓഫ് കൊറോഷൻസ്, തിളക്കമുണ്ട്. പിന്നെ എന്തോന്നാണ്? എളുപ്പത്തിൽ നശിക്കുന്നില്ല. എന്തിനുപയോഗിക്കാം? എന്ത് വസ്തു ഉണ്ടാക്കാം? ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അടുത്ത് തന്നിട്ടുണ്ട് കോപ്പർ. കോപ്പർ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുതിയെ കടത്തിവിടും. എന്തൊക്കെ? ടു മേക്ക് യൂട്ടൻസിൽസ്, ഇലക്ട്രിക് വയർ ഒക്കെ, പാത്രങ്ങൾ ഉണ്ടാക്കാനും വൈദ്യുതി കമ്പി നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കും. അടുത്ത അയൺ. അതിൻ്റെ പ്രത്യേകത എന്തോന്നാണ്? ഹാർഡാണ്, ചൂട് കടത്തിവിടും. എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? മേക്ക് ഫാമിംഗ് ടൂൾസ്,
യൂട്ടൻസിൽസ്. അതെനക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാനും പാത്രങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത അലുമിനിയം. തെർമൽ കണ്ടക്ടേഴ്സ്, വൈദ്യുതിയെ കടത്തിവിടും. ടു മേക്ക് യൂട്ടൻസിൽസ് ടു മേക്ക് അലുമിനിയം ഫോയിൽ, പാത്രങ്ങൾ ഉണ്ടാക്കാനും അലുമിനിയം ഫോയിൽ നിർമ്മിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വിത്ത് എ ഹാമർ ബീറ്റ് ഫോഴ്സ്ഫുള്ളി ഓഫ് ആൻ അലുമിനിയം വയർ കെപ്റ്റ് ഓൺ എ ഹാർഡ് സർഫസ്, വാട്ട് ഡു യു സി? അതായത് അലുമിനിയം കമ്പി ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ വെച്ച് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു നോക്കാൻ എന്താ കാണാൻ കഴിയും? എന്ത് കാണാൻ കഴിയും? അത് നീണ്ട് വരും. ഹാവിൻ യു നോട്ടീസ് ദ അലുമിനിയം ഫോയിൽസ്, അതെനിക്ക് തിൻ ഷീറ്റായിട്ട് വരും. അലുമിനിയം ഫോയിൽസ് യൂസ്ഡ് ടു റാപ്പ് ചോക്ലേറ്റ്സ് ആൻഡ് സീഡ്സ്, വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് യൂട്ടൻസിൽസ് ഹിയർ? അതെനിക്ക് ചില മിഠായികളിലും ചോക്ലേറ്റുകളിലും പൊതിയാൻ വേണ്ടി അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ലോകത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ്? അതിനെ നല്ല തിൻ ഷീറ്റാക്കി മാറ്റാൻ കഴിയും. ആ പ്രത്യേകതയാണ് എന്തു പറയാം? മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു ദ തിൻ ഷീറ്റ് ബൈ ഹാമറിങ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മെലിയബിലിറ്റി. മെലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? മെലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയും. ഈ സവിശേഷതയ്ക്കാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ? മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ് ബൈ ഹാമറിങ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മാലിയബിലിറ്റി. എന്താണ്? ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഗോൾഡ് ഈസ് ദ മോസ്റ്റ് മാലിയബിലിറ്റി മെറ്റൽ. ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ള ലോഹം ഏതാണ്? സ്വർണം. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് നോക്കാം. നോക്ക്, ഗോൾഡ് ഈസ് ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ എന്ന് പറഞ്ഞു. 1 gram ഓഫ് ഗോൾഡ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു ഷീറ്റ്സ് വിത്ത് ആൻ ഏരിയ ഓഫ് about 6.7 square feet and can be drawn into the wire is about 2 kilometer in length. അപ്പോൾ 1 gram സ്വർണത്തെ നമുക്ക് 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ച് പരത്താൻ 2 കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയും നീളത്തിൽ വലിച്ചു നീട്ടാനും അത്രയും രീതിക്ക് പരത്താനും കഴിയുന്നതാണ് ഗോൾഡ് എന്ന് പറയുന്നത്. നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ നല്ല ചെറിയ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഗോൾഡിൻ്റെ പ്രത്യേകതയാണ്. എന്താണ് ഗോൾഡിൻ്റെ പ്രത്യേകത? മാലിയബിലിറ്റിയാണ്. ട്രൈ ടു ഫൈൻഡ് മോർ ഇൻസ്റ്റൻസ് വെയർ മാലിയബിലിറ്റി ഓഫ് മെറ്റൽസ് ഈസ് എംപ്ലോയിഡ്. ഈ സവിശേഷത ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് സ്വർണം എന്ന് പറയുന്നത്. ലോഹങ്ങളുടെ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന മറ്റ് ചില സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. എന്താണ്? ടു മേക്ക് അലുമിനിയം ഫോയിൽ ഉണ്ടാക്കുന്നത്, ടു മേക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്, അലുമിനിയം ഫോയിൽ നിർമ്മിക്കുന്നത്. ഓക്കെ, ഡക്റ്റിലിറ്റി ഈസ് അനദർ യൂസ്ഫുൾ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഫൈൻ വയേഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഡക്റ്റിലിറ്റി? മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു thin fine wires. This property is known as ductility. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയ്ക്കാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മാലിയബിലിറ്റി എന്താണ്? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ബൈ ഹാമറിങ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മാലിയബിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഫൈൻ വയേഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡക്റ്റിലിറ്റി. അപ്പോൾ മെറ്റൽസിൻ്റെ 2 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു, മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. ഓക്കെ, നോക്കൂ. The filament of electric bulbs are made of fine wires of tungsten. Tungsten can be drawn into fine wires, hence it is used to make the filaments. അപ്പോൾ നിങ്ങൾ
ഈ ബൾബിൻ്റെ ഫിലമെൻ്റ് കണ്ടിട്ടുണ്ടോ? ടങ്സ്റ്റൺ എന്ന ലോഹത്തിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വൈദ്യുത ബൾബ് നോക്കി അറിയാം, ഇതിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അത്രയ്ക്ക് വളരെ തിന്നായിട്ടുള്ള ഇതാണ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ കഴിയുന്ന ടങ്സ്റ്റൻ്റെ കഴിവാണ് ഫിലമെൻ്റായി ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. എന്തുകൊണ്ടാണ് വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റായ ടങ്സ്റ്റനെ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ്? വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാനുള്ള ടങ്സ്റ്റൻ്റെ കഴിവാണ് അതിന് കാരണം. The filament of electric bulbs are made up of fine wires of tungsten. Tungsten can be drawn into fine wires. Hence, it is used to make the filament. Tungsten can used to fine wires. So, it is used to make the filament. Okay. അടുത്ത platinum is the most ductile metal. You may have seen metal like copper, gold, etc. being used to the thin fine wires. This is due to the high ductility. അതായത് ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് പ്ലാറ്റിനമാണ്. കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങൾ നേർത്ത കമ്പികളാക്കി ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കോപ്പറും സ്വർണവും ഒക്കെ. ഇവയുടെ ഉയർന്ന ഡക്റ്റിലിറ്റിയാണ് ഇതിന് കാരണം. എന്താണ്? ഇവയുടെ ഉയർന്ന ഡക്റ്റിലിറ്റിയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഹാർഡ്നെസ് ഈസ് എറ്റ് അനദർ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? ആദ്യം മാലിയബിലിറ്റി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഡക്റ്റിലിറ്റി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിച്ചത് എന്താണ്? ഹാർഡ്നെസ്. അപ്പോൾ 3 പ്രോപ്പർട്ടീസ് പഠിച്ചു മെറ്റൽസിൻ്റെ. ഏതൊക്കെ? ഹാർഡ്നെസ് ഈസ് ദ അനദർ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്. ഹാർഡ്നെസ്, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി. ഓക്കെ. അപ്പോൾ വൈദ്യുത ബൾബുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ടങ്സ്റ്റൺ ആണ് ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത്. പിന്നെന്തോന്നാണ്? ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? പ്ലാറ്റിനത്തിനാണ് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ. പ്ലാറ്റിനമാണ് ഡക്റ്റിലിറ്റി കൂടുതലുള്ളത്. പ്ലാറ്റിനം. പിന്നെ ഏതൊക്കെ അതുപോലെ പ്ലാറ്റിനം പോലെ പറഞ്ഞ ഡക്റ്റിലിറ്റി ഉള്ളത്? കോപ്പർ, ഗോൾഡും ഒക്കെ ഡക്റ്റിലിറ്റി ഉള്ളവയാണ്. ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം, ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. However, there are quite a few metals which are soft. Let's do an experiment. Take a small piece of sodium with a forceps and try to cut into with a blade. Are you able to cut sodium? Can you cut metals like copper, aluminum and iron like this? Just try. Gallium and cesium are also soft metals. പിന്നെ അടുത്തൊരു പ്രത്യേകതയാണ്, അപൂർവം ചില ലോഹങ്ങളിൽ കാഠിന്യം കുറഞ്ഞവയാണ്. നമുക്ക് പരീക്ഷിച്ചു നോക്കാം. ഏതാണ്? ഒരു ചെറിയ കഷ്ണം സോഡിയം ചവണ ഉപയോഗിച്ച് എടുത്ത് അതിനെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിക്കൂ. സോഡിയത്തെ മുറിക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കും അല്ലേ? ഇതുപോലെ കോപ്പർ, അലുമിനിയം, ഇരുമ്പ് എന്നിവ മുറിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അതൊക്കെ കാഠിന്യം കൂടിയതാണ്. ഗാലിയം, സീസിയം എന്നിവയും കാഠിന്യം കുറഞ്ഞ ലോഹമാണ്. അപ്പോൾ കാഠിന്യം കുറഞ്ഞ ഒരു ലോഹമാണ് ഏതെന്ന് പറയുന്നത്? സോഡിയം എന്ന് പറയുന്നത്. അതുപോലെ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഫ്റ്റ് മെറ്റൽസിൽ പറഞ്ഞത് ഏതൊക്കെ? ഗാലിയം, സീസിയം. ഏതൊക്കെയാണ്? ഗാലിയം, സീസിയമാണ് കാഠിന്യം കുറഞ്ഞ ലോഹം എന്ന് പറയുന്നത്. പിന്നെ ഏത്? സോഡിയവും പറയാം. ഒക്കെ സോഫ്റ്റ് മെറ്റൽസിൽ പറയാന്നുള്ളതാണ്. ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സോഫ്റ്റ് മെറ്റൽസ്. ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും ഒക്കെ സോഫ്റ്റ് മെറ്റൽസ് ആണ്. വി ക്യാൻ ഈസിലി കട്ട് ദം വിത്ത് നൈഫ്. ഇതൊക്കെ കത്തി കൊണ്ട് നമുക്ക് മുറിക്കാൻ കഴിയുന്നവയാണ്. ഏതൊക്കെ? ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും ഒക്കെ നമുക്ക് സോഫ്റ്റ് മെറ്റൽസ് ആണ്. അത് കത്തി കൊണ്ട് മുറിക്കാൻ പറ്റും. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവ മൃദു ലോഹങ്ങളാണ്. അവയെ കത്തി ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും. ഓക്കെ. അടുത്ത്, ഒബ്സർവ് ദ ന്യൂലി ഫോംഡ് സർഫസ് ഓഫ് സോഡിയം വെൻ ഇറ്റ് ഈസ് കട്ട് വിത്ത് ദ നൈഫ്. വാട്ട് പെക്യുലാരിറ്റീസ് ഡു യു ഒബ്സർവ്? Don't you see something similar and the freshly cut surfaces of iron and freshly cut surfaces of iron and copper as well? സോഡിയം ലോഹം
മുറിച്ചപ്പോൾ ഉണ്ടായ പ്രതലം ശ്രദ്ധിച്ചു നോക്കുക. എന്ത് പ്രത്യേകതയാണ് കാണാൻ സാധിക്കുന്നത്? ഇരുമ്പ്, കോപ്പർ എന്നീ ലോഹങ്ങൾ മുറിച്ചാലും ഇതേ പ്രത്യേകത കാണുന്നില്ലേ? എന്താണ്? ഒരു ഷൈനിങ് കാണും. ദ സർഫസ് ഓഫ് ന്യൂലി ഫോംഡ് വെൻ മെറ്റൽസ് ആർ കട്ട് ഹാസ് എ ഷൈനിങ് അപ്പിയറൻസ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മെറ്റാലിക് ലസ്റ്റർ. എന്താണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്? ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയെ ലോഹദ്യുതി എന്ന് പറയുന്നു. മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ലോഹങ്ങൾ മുറിക്കുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് ഒരു തിളക്കം, ഷൈനിങ് ഉണ്ടാകും. അതിനാണ് എന്തോന്ന് പറയുന്നത്? ആ പ്രോപ്പർട്ടിക്കാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാലിബിലിറ്റി പഠിച്ചു, ഡക്റ്റിലിറ്റി പഠിച്ചു, മെറ്റൽസ് ഹാർഡ് ആണെന്ന് പഠിച്ചു. അടുത്ത മെറ്റാലിക് ലസ്റ്റർ 4 പ്രോപ്പർട്ടീസ് ആയി. ഓക്കെ, അടുത്ത് നോക്കാം. ഈസ് മെറ്റാലിക് ലസ്റ്റർ ഐഡന്റിക്കൽ ഫോർ ആൾ മെറ്റൽസ്? എല്ലാ ലോഹങ്ങളുടെയും ലോഹദ്യുതി ഒരുപോലെയാണോ? അല്ല. പരിശോധിച്ച് നോക്കാനാണ്. മെറ്റാലിക് വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ഫോർ കുക്കിംഗ്. മെറ്റാലിക് വെസൽസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുക്കിങ്ങിന് വേണ്ടിയിട്ട്. വിച്ച് മെറ്റൽസ് ആർ കോമൺലി യൂസ്ഡ് ടു മേക്ക് യൂട്ടൻസിൽസ്? ആഹാരം പാകം ചെയ്യാൻ സാധാരണ ലോഹനിർമ്മിതമായ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ ലോഹങ്ങളാണ് പാത്ര നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്നത്? ഏതൊക്കെ ഉപയോഗിക്കും? കോപ്പർ, ചെമ്പ് ഉപയോഗിക്കും, ചെമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കും. അയൺ, ഇരുമ്പിൻ്റെ, നമ്മൾ ദോശക്കല്ലൊക്കെ ഇരുമ്പാണ് പറഞ്ഞത്. പിന്നെ അലുമിനിയം പാത്രങ്ങൾ ഒരുപാട് ഉപയോഗിക്കും. ഇതൊക്കെ ലോഹങ്ങളുള്ള പാത്രങ്ങളാണ്. പിന്നെ സ്റ്റീൽ വരുന്നുണ്ട്. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആർ മെയ്ഡ് യൂസ് ഓഫ് ദീസ് കേസ്? ലോഹങ്ങളുടെ എന്ത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ്? നമ്മൾ പാകം ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയുന്നത് ചൂട് കടത്തിവിടുന്നവയായിരിക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് ആഹാരം പാകം ചെയ്യാൻ കഴിയൂ. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. The ability to conduct heat is an important property of metals. This property is known as thermal conductivity. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഹീറ്റിനെ കടത്തിവിടുന്ന പ്രോപ്പർട്ടി. ലോഹങ്ങൾ എന്താണ്? താപം കടത്തിവിടാനുള്ള കഴിവാണ് താപചാലകത എന്ന് പറയുന്നത്. താപത്തെ കടത്തിവിടുന്നതിനാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസ് ആർ തെർമൽ കണ്ടക്ടേഴ്സ്. എന്താണായാലും പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ലോഹങ്ങൾ താപചാലകങ്ങളാണ്. സിൽവർ ഈസ് ദ ബെസ്റ്റ് തെർമൽ കണ്ടക്ടർ എമംഗ് മെറ്റൽസ്. മെറ്റൽസിൽ ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടർ ആരാണ്? സിൽവർ ആണ് തെർമൽ കണ്ടക്ടർ. അലുമിനിയം, കോപ്പർ എക്സെട്ര ആൾസോ പൊസസ് കമ്പാരിറ്റീവ്ലി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. അലുമിനിയത്തിനും കോപ്പറിനും അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലുണ്ട്. ഓക്കെ, ലോഹങ്ങളിലെ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലുമിനിയം, കോപ്പർ തുടങ്ങിയവ. അപ്പോൾ സിൽവർ ഈസ് ദ ബെസ്റ്റ് തെർമൽ കണ്ടക്ടർ എമംഗ് മെറ്റൽസ്. അലുമിനിയം, കോപ്പർ എക്സെട്ര ആൾസോ പൊസസ് കമ്പാരിറ്റീവ്ലി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ എന്താണ് മെറ്റൽസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി? മെറ്റൽസ് ആർ തെർമൽ കണ്ടക്ടേഴ്സ്. ലോഹങ്ങൾ താപചാലകങ്ങളാണ്. അടുത്തത് നോക്കാം. ആൾ മെറ്റൽസ് ആർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസസ് ടു ലെറ്റ് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്? ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ കഴിയുന്ന എബിലിറ്റിയാണ് എന്തോന്നാണ്? വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസസ് ടു ലെറ്റ് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവിന് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസസ് ടു ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ conductivity.
സിൽവർ ഈസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എമംഗ് മെറ്റൽസ്. മെറ്റൽസിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഉള്ളത് ആർക്കാണ്? സിൽവറിനാണ്. കൂട്ടത്തിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകത ആർക്കാണ്? വെള്ളിക്കാണ്. ഓക്കെ. കോപ്പർ ആൻഡ് അലുമിനിയം ആർ ആൾസോ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കോപ്പറും അലുമിനിയവും അതുപോലെ തന്നെ വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ളവയാണ്. ചാലകതയുടെ കാര്യത്തിൽ അതിൻ്റെ തൊട്ടു പിറകിൽ നിൽക്കുന്നവയാണ് കോപ്പറും അലുമിനിയവും. എന്നിട്ട് നമ്മുടെ വീട്ടിലെ വൈദ്യുതി കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണല്ലോ. അതുപോലെ വീടിന് പുറത്ത് വൈദ്യുത തൂണുകളിൽ കാണുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം കൊണ്ടാണ്. എന്താണ് കാരണം? അതായത് കോപ്പർ ആൻഡ് അലുമിനിയം ആർ ആൾസോ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സ്റ്റിൽ ദ ഇലക്ട്രിക്കൽ വയേഴ്സ് ഇൻ അവർ ഹൗസസ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ. Similarly, the electric wires that we see on electric posts outside our houses are made of aluminum. What could be the reason? അപ്പോൾ വീടിനകത്ത് നമ്മൾ വൈദ്യുതി കമ്പികൾ എന്ന് പറയുന്നത് കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ പോസ്റ്റുകളിൽ വൈദ്യുതി കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം കൊണ്ടാണ്. എന്താണ് കാരണം? ഡ്യൂ ടു ലെസ് വെയിറ്റ് ആൻഡ് കോസ്റ്റ് കുറവാണ്, വെയിറ്റ് കുറവാണ്, അതിന് ഡക്റ്റിലിറ്റി ഉണ്ട്. വൈദ്യുത ചാലകങ്ങളുള്ള പദാർത്ഥങ്ങളാണ്, അതിന് വെയിറ്റ് കുറവാണ്, ഭാരം കുറവാണ്, കോസ്റ്റും കുറവാണ്. Tap gently with a spoon on a metallic vessels and an electric earthen pot. What differences do you find? ഒരു ലോഹപാത്രവും മൺപാത്രവും എടുത്ത് സ്പൂണ് കൊണ്ട് അവയിൽ പതുക്കെ തട്ടി നോക്കുക. എന്ത് വ്യത്യാസമാണ് അനുഭവപ്പെടുന്നത്? ലോഹപാത്രങ്ങളിൽ തട്ടുമ്പോഴത്തേക്ക് ഒരു സീറ്റായിട്ടുള്ള സൗണ്ട് കേൾക്കും. എന്നാൽ മൺപാത്രങ്ങളിൽ തട്ടുമ്പോഴത്തേക്ക് ഒരു ഡൾ സൗണ്ടാണ് കേൾക്കുന്നത് അല്ലേ? അതാണ് കാരണം. Is it advisable to use plastic or wood to make instruments like cymbals and bells? ഇലത്താളം, മണികൾ തുടങ്ങിയവ നിർമ്മിക്കാൻ മരമോ പ്ലാസ്റ്റിക്കോ ഉപയോഗിക്കുമോ? ഇല്ല. എന്താണ് കാരണം? മെറ്റൽസ് ആണ് അവ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മെറ്റൽസിലെ സൗണ്ട് കേൾക്കുകയുള്ളൂ, റിംഗിങ് സൗണ്ട് കേൾക്കുകയുള്ളൂ. വാട്ട് കൈൻഡ് ഓഫ് മെറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് ദം? വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഏത് തരം വസ്തുക്കളാണ് ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? എന്താണ് കാരണം? ഏത് തരം വസ്തുക്കളാണ്? മെറ്റൽസ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് കാരണം? അത് ആ മെറ്റൽസ് ഉപയോഗിച്ചാൽ മാത്രമേ അതിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് നോക്കാം. The ability of metals is produced sound when tapped with a hard material is known as sonority. അതായത് കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സൊണാരിറ്റി എന്ന് പറയുന്നത്. സൊണാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? സൗണ്ട് കേൾക്കുന്ന ആ ഒരു പ്രത്യേകതയാണ്. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോഴത്തേക്ക് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സൊണാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു പ്രോപ്പർട്ടീസ് ആണ് സൊണാരിറ്റി. The ability of metals to produce sound when tapped with a hard material is known as sonority. Okay. Metals generally melt at high temperatures and possess high density. ലോഹങ്ങൾക്ക് എന്തോന്നാണ്? പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. However, metals like gallium, cesium and mercury melt at low temperature. ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ്. മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ ലോ ഡെൻസിറ്റി മെറ്റൽസ്. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെടുന്നവയാണ് ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും. അപ്പോഴേ എന്താണ്? താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയും ഉള്ളവയാണ്. ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ്. താഴ്ന്ന താപനിലയിൽ ഉരുകുന്നത് ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെട്ടവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. അപ്പോൾ മെറ്റൽസ് ലൈക്ക് ഗാലിയം, സീസിയം ആൻഡ് മെർക്കുറി മെൽറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവുന്നത് ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം ആൻഡ് മെർക്കുറി. മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആർ ലോ ഡെൻസിറ്റി.
ഡെൻസിറ്റി കുറഞ്ഞ മെറ്റൽസ് ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഓക്കെ, അപ്പോൾ മെറ്റൽസിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, പ്രോപ്പർട്ടിയാണ് എന്തോന്ന്? സൊനാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വേറെ എന്ത് പഠിച്ചായിരുന്നല്ലോ? എന്തോന്നാണ്? ലോഹങ്ങൾ താപചാലകങ്ങളാണ്. രണ്ടാമത്തെ, മെറ്റൽസ് ആർ തെർമൽ കണ്ടക്ടേഴ്സ്. പിന്നെ എന്തോന്നാണ് പഠിച്ചത്? മെറ്റാലിക് ലക്ഷ ലോഹദ്യുതി, മെറ്റൽസിന്റെ മറ്റൊരു പ്രോപ്പർട്ടീസ്. പിന്നെ ഹാർഡ്നെസ് മറ്റൊരു പ്രത്യേകത, കാഠിന്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത് പഠിച്ചത് എന്തോന്നായിരുന്നു? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇതൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ നിറയെ ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് അത്രയും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.